ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് 4 മണി പലഹാരമെന്നോ അല്ലെങ്കിൽ ചോറിൻ്റെയും ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയായിട്ടോ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കട്ട്ലറ്റ്സ് ആണ്. അതും ബീഫോ ചിക്കനോ വെജിറ്റബിൾസോ ആഡ് ചെയ്തിട്ടുള്ളതല്ല. നമ്മൾ എഗ്ഗും കൊണ്ടാണ് കട്ട്ലറ്റ്സ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആവശ്യമുള്ളത് 7 കോഴിമുട്ടകൾ പുഴുങ്ങിയത്, 3 പൊട്ടാറ്റോസ് പുഴുങ്ങിയത്, 2 സവാള, 3 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, റസ്ക്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. മുട്ട പുഴുങ്ങി വെച്ചതിന് ശേഷം അതിനെ ഗ്രേറ്ററിൻ്റെ വലിയ ഹോളുള്ള ഭാഗമില്ലേ, അതിലൂടെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഇഞ്ചി ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ്. അത് കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് നേരം ഫ്രീസറിൽ നിന്ന് പുറത്ത് വയ്ക്കുമ്പോൾ സോഫ്റ്റ് ആവും. അതിനെ ഞാൻ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോൾസിലിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ കറിവേപ്പിലയെ ഒന്ന് പിച്ചി കീറിയിട്ട് അതും കൂടി ഇടുക. എടുത്ത പച്ചമുളക് എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. നിങ്ങളുടെ പച്ചമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ 1 1.5 ആഡ് ചെയ്താൽ മതിയേ. അതും വട്ടത്തിലരിഞ്ഞ് ഇടുക. അതിനുശേഷം സവാള, 2 സവാളയെ കൊത്തിയരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അമ്മ കൊത്തിയരിഞ്ഞ് തരുമായിരുന്നു. ഇനി അതല്ല, നിങ്ങളുടെ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തും ആഡ് ചെയ്യാം. ഇനിയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ഞാൻ ആഡ് ചെയ്തത്. മീറ്റ് മസാല 2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ആദ്യം 1 ടീസ്പൂണേ ആഡ് ചെയ്തുള്ളൂ. പക്ഷേ അതിനകത്തൊരു ടേസ്റ്റിലൊരു പൂർണ്ണത തോന്നാഞ്ഞതുകൊണ്ട് വീണ്ടും 1 ടീസ്പൂണോടെ ആഡ് ചെയ്തു. അതായത് ടോട്ടൽ 2 ടീസ്പൂൺ മീറ്റ് മസാലയും ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇല്ലേ, അതിനെയും ആ ഗ്രേറ്ററിൻ്റെ വലിയ ഹോൾസിലൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇത് മുഴുവനും ഇട്ട് എല്ലാം കൂടെ ആ പാത്രത്തിൽ വെച്ച് കൈ ഉപയോഗിച്ച് കുഴച്ച് കട്ട്ലറ്റിൻ്റെ പരുവത്തിലേക്ക് ആക്കാം. ഇനിയും നമ്മുടെ കയ്യിലേക്ക് ആവശ്യത്തിനുള്ള ഇതിനെ എടുത്ത്, മുട്ടയുടെ കൂട്ടിനെ എടുത്ത് ഉരുളകളാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇനിയും വേണ്ടിയ സാധനം, നമ്മളുടെ റസ്കിനെ പൊടിച്ച് വയ്ക്കുക. പിന്നെ ഒരു മുട്ടയെ എടുത്ത് നന്നായി ഒരു ഫോർക്ക് ഉപയോഗിച്ച് പതപ്പിച്ചും വയ്ക്കുക. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിനെ ഓരോന്നായി എടുത്ത് മുട്ടയുടെ ആ കൂട്ടിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിലേക്കിട്ട് നന്നായി കോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പം നമ്മുടെ ഒരു കയ്യിൽ നനവില്ലാത്ത കൈയായിരിക്കും. ആ കൈ കൊണ്ട് വേണം ഈ റസ്ക് പൊടിയിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കാനേ. അല്ലെങ്കിൽ ഇത് മൊത്തത്തോടെ കുഴഞ്ഞ് ഈ റസ്ക് പൊടി മുഴുവൻ കയ്യിൽ പറ്റും. അതായത് ഒരു കൈ കൊണ്ട് എഗ്ഗിൽ മുക്കിയാൽ മറ്റേ കൈ ഉപയോഗിച്ച് വേണം റസ്ക് പൊടിക്കകത്ത് നമ്മളിടാൻ. കാണിക്കാമേ. അങ്ങനെ ചെയ്യുമ്പം ഈ റസ്ക് പൊടി കുഴഞ്ഞു പോകാതെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് പൊടിയിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വറുത്ത് കോരേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് എന്നെ കാണുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ എൻ്റെ ഈ പേജുകൾ റെക്കമെൻഡ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ കട്ട്ലറ്റ്സിനെ ഒരു സിപ്ലോക്ക് ബാഗിലാക്കി ഫ്രീസറിലും സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് 1 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്ത് കോരി ഉപയോഗിക്കാവുന്നതാണ്. ഗസ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ചോറിന് കറിയായിട്ട് വേണ്ടിയ സമയങ്ങളിലും ഒക്കെ നമുക്ക് ഇതിനെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്രയേ ഉള്ളൂ പരിപാടിയെ. വളരെ ഈസിയാണ്. ഇതുപോലെ ആക്കി വെക്കാമെങ്കിൽ പിള്ളേർക്കും നിങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരൊത്ത് കുട്ടികളൊത്ത് സന്തോഷമായി ഇത് കഴിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. അത്രയേ ഉള്ളൂ. ഇത് മുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി പതിവ് പോലെ കുക്കിയുടെ അഭിപ്രായം കേൾക്കാം. ഇത് എഗ്ഗാ മോനെ. താങ്ക് യു.